വേനലവധിയിൽ തറവാട്ട് വീട്ടിൽ ഒത്തുകൂടിയതാണ് എല്ലാവരും. കല്ലുമംഗലം തറവാടെന്നാൽ പ്രസിദ്ധമാണ്. നീണ്ട വരാന്തകൾ, കട്ടിയുള്ള മരത്തൂണുകൾ, ചുവന്ന മൂടി മൂക്കുകൾ, ഇതെല്ലാം പഴയ കാലത്തിന്റെ ഓർമ്മകൾ നിറച്ചുകയായിരുന്നു. വേനൽക്കാല അവധിയുടെ അവസാന ദിവസങ്ങളാണ്. തറവാട് പതിവിലേറെ സജീവമായിരുന്നു. വളപ്പിലുടനീളം കുട്ടികളുടെ ചിരിയും ഓട്ടപ്പാച്ചിലും നിറഞ്ഞിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു കാലത്ത് നാട്ടുപ്രമാണിയും മേൽനോട്ടക്കാരും എല്ലാമായിരുന്നു മുൻതലമുറക്കാർ. മുൻതലമുറയിലെ ഇളമുറ തമ്പുരാട്ടിയാണ് കാക്ഷായണി അമ്മ. തറവാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ്. അവരുടെ മക്കളാണ് ചന്ദ്രനും ശേഖറും. അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം അവധി ആഘോഷിക്കാൻ എത്തിയതാണ്. സന്ധ്യനാമ ചൊല്ലിയതിനു ശേഷം കോലായിൽ ഒത്തുകൂടിയപ്പോൾ കുട്ടികൾ ഒരേ വാശി. ഒരു കഥ പറയുന്നു മുത്തശ്ശി. അപ്പോൾ ധനിയും ധരയും പറഞ്ഞു, യക്ഷികഥ പറഞ്ഞത് മതി. അവർ ഇരട്ടകളാണ്. അമേരിക്കയിൽ വളർന്നതാണെങ്കിലും മലയാളത്തിൽ വാഴുന്ന മുഖശ്രീയാണ് ഇവർക്കും. എല്ലാവർക്കും അവരോട് പ്രത്യേക ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. എങ്കിൽ ശരി, ഒരു സംഭവം കഥയെന്ന് പറയാം, മുത്തശ്ശി പറഞ്ഞു. അവരുടെ കുട്ടികൾ ഉത്സാഹത്തോടെ കഥ കേൾക്കാൻ തയ്യാറായി. ദാക്ഷായണി പറഞ്ഞു തുടങ്ങി. വെല്ലിച്ചന്റെ കാര്യത്തിൽ നടന്ന സംഭവമാണ്. അന്ന് നമ്മുടെ തറവാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വലിയ പ്രതാപവും ഒരുപാട് വെച്ചാരാധനയും ഒക്കെ നടത്തിയിരുന്നു. ഏത് സങ്കടത്തിനും ആളുകൾ ഓടി വരുന്നത് ഇവിടെയായിരുന്നു. വെളിച്ചാരത്തിൽ പുറത്തെടുക്കുന്ന ബാലദേവതയായിരുന്നു അമ്പലത്തിന്റെ പ്രതിഷ്ഠ. അക്കാലത്ത് അമ്മയുടെ വലിയ ഭക്തിയായിരുന്നു നാട്ടുവൈദ്യന്റെ മകൾ ദുർഗ. അവൾ അതിസുന്ദരിയായിരുന്നു. സൗന്ദര്യവും വിനയവും കലയും ഒത്തുചേർന്ന ഒരു പെണ്ണ്. അവളൊരു നൃത്തം കണ്ടാൽ അതൊരു കാഴ്ച മാത്രമല്ല, ഒരു അനുഭവം കൂടിയായിരുന്നു. എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു വർഷം ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികം വലിയ ആഘോഷത്തോടെ നടത്തപ്പെട്ടു. ആ ചടങ്ങിന്റെ പ്രധാന ആകർഷണം ദുർഗയുടെ നൃത്തമായിരുന്നു. വളരെ മനോഹരമായിരുന്നു. ആ സമയത്താണ് നാട്ടുരാജാവിന്റെ പുത്രൻ ചന്ദ്രനാഥ് അവിടെ എത്തിയത്. അവളെ കണ്ട് ആകൃഷ്ടനായ ചന്ദ്രനാഥ് അവളെക്കുറിച്ച് തിരക്കി. അദ്ദേഹത്തിന് കലകളോട് വളരെ താല്പര്യമായിരുന്നു. അതിനാൽ നൃത്താവതരണത്തിന് ശേഷം അദ്ദേഹം അവളെ പ്രശംസിക്കുകയും ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹത്തിന് അവളിൽ പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. തുടർന്ന് ചന്ദ്രനാഥ് തൻ്റെ ഇഷ്ടം ദുർഗയുടെ പിതാവും വൈദ്യനുമായ രാമൻകുട്ടിയെ അറിയിച്ചു. എന്നാൽ നാടുവാഴി അറിയുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് വൈദ്യനിഷ്ടം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ ചന്ദ്രനാഥ് തൻ്റെ പ്രണയത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദുർഗയെ തൻ്റെ ഇഷ്ടം അറിയിച്ച് സമ്മതം വാങ്ങി ഇല്ലത്തിലെത്തുകയും ചെയ്തു. എന്നാൽ എതിർത്താൽ സംഗതി വിഷയമാകുമെന്ന് മനസ്സിലാക്കിയ നാടുവാഴി എതിർത്തില്ലെന്ന് മാത്രമല്ല, പൂർണ്ണ സമ്മതം നൽകുകയും ചെയ്തു. കുശലബുദ്ധിക്കാരനായ നാടുവാഴിയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അയാൾ കാര്യസ്ഥൻ നാണുപിള്ളയെ വിളിച്ച് കാര്യം പറഞ്ഞു. നാണുപിള്ളയോട് അടുത്ത മനയിൽ താമസിക്കുന്ന മന്ത്രവാദി പ്രേംപകനെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. ചന്ദ്രനാഥിന്റെ മനസ്സ് മാറ്റണം എന്ന ആവശ്യമുന്നയിച്ച നാണുപിള്ളയോട് പ്രേംപകൻ പറഞ്ഞു, അത് സാധ്യമല്ല. അവരുടെ മനസ്സുകൾ ഒരു ദിവ്യമായ ബന്ധനത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അവരിൽ ഒരാൾ മരിക്കുക എന്നത് മാത്രമാണ് അവരെ പിരിക്കുന്നതിനുള്ള ഏക മാർഗം.